രാജു പി നായർ ഗുണ്ടാവാഴ്ചകളുടെ കേരളത്തിൽ ക്രമസമാധാനത്തിൽ നാഥനില്ലാ കളരിയാണെങ്കിലും ചില സെലക്റ്റീവ് കാര്യങ്ങളിൽ ഈ പോലീസിന് വല്ലാത്ത ശുഷ്കാന്തിയാണ്. രാജു പി നായർ, അശ്മി, ഇത് ആദ്യത്തെ സംഭവമല്ല. നിരന്തരമായിട്ട് പിണറായിയുടെ പോലീസ് ഈ നാട്ടിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നവരെ, സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ എല്ലാം ഇത്തരത്തിൽ ഒരു പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്ന സമീപനം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കാണുകയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ചില മാധ്യമപ്രവർത്തകർക്കെതിരെ വാർത്തകൾ കൊടുത്തതിന്റെ പേരിൽ ഗൂഢാലോചന കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനകത്ത് നടപടികൾ എടുത്തത് അറിയാം. പിന്നീട് കോടതികളെല്ലാം അതെല്ലാം ഈ സർക്കാരിന്റെ മാധ്യമ വേട്ടയാണെന്നുള്ള തരത്തിൽ തന്നെ അതിനെ ഇല്ലാതെയാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ ഇന്നിപ്പോ 24 ന്യൂസിന്റെ ലേഖകൻ അനുഭവിക്കേണ്ടി വന്നത് വളരെ പൈശാചികമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമായ സംഭവമാണ്. ഇത്തരത്തിലുള്ള വീഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം. സർക്കാരിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മാധ്യമങ്ങൾ? സർക്കാരിന് സ്തുതി പാടുന്ന മാധ്യമങ്ങളെ മാത്രം തങ്ങളുടെ പരിധിയിൽ നിർത്തിക്കൊണ്ട് സ്തുതി പാടിപ്പിക്കുന്ന സംഘത്തെ നമ്മൾ കാണുന്നത് ഡൽഹിയിലാണ്. ആ ഡൽഹിയുടെ അതേ മാതൃകയിലേക്ക് പിണറായിയുടെ പോലീസ് തരം താഴുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നത്തെ ഈ ചർച്ചയിൽ CPM എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. CPM സമീപകാലത്തിലെല്ലാം പ്രതിരോധത്തിലാവുന്ന വിഷയങ്ങളെല്ലാം ചർച്ചയിൽ നിന്ന് മാറി. രാജു പി നായർ, ഈ റൂബിൻലാലിന്റെ അച്ഛനും അമ്മയും CPMകാരാണ് എന്ന് പറഞ്ഞാൽ, ഈ റൂബിൻലാലിന്റെ അച്ഛൻ മണിലാൽ എന്ന് പറയുന്ന സഖാവാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നവ CPMന് അറിയാവുന്ന അറിയില്ല, പഴയ സഖാവാണ്. ആദിവാസി മേഖലയുടെ വേദനയും യാതനയും അറിഞ്ഞ് പുറം ലോകത്തെത്തിച്ച ഒരു ആക്ടിവിസ്റ്റാണ്. അതിരപ്പള്ളി എന്താണ് ആ സമരമുഖത്തെ ഒരു മുന്നണി പോരാളിയാണ്. അമ്മയും CPM അനുഭാവിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ CPMകാരെ ഇപ്പോഴത്തെ CPMന് മനസ്സിലാവില്ല. രാജു പി നായർ, ഹാഷ്മി, റൂബിൻലാലിന്റെ അച്ഛനും അമ്മയും മാത്രമേ CPMകാരുള്ളൂ. പിണറായി വിജയൻ CPM ആണെന്ന് ഹാഷ്മി ഇപ്പോഴും വിശ്വസിക്കുന്നോ? പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഇപ്പോഴും ഹാഷ്മി വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റും CPMവും അല്ലാതെ മാറിയിട്ട് എത്രയോ കാളുകളായി. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റിനോ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ മനോഭാവമുള്ളവർക്കോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണോ ഇത്? എന്നിട്ട് ഭീരുക്കളെ പോലെ ഇത് സമൂഹത്തിനോട് വിളിച്ചു പറയുന്ന കാര്യങ്ങളോട് വിളിച്ചു പറയേണ്ട അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് പറയേണ്ട ചർച്ചകളിൽ നിന്ന് ഭീരുക്കളെ പോലെ ഇവർ പിന്മാറുകയാണ്. ഇതാണോ ഇരട്ടച്ചങ്ക്? ഈ ഇരട്ടച്ചങ്കാണോ കേരളത്തിലെ ജനങ്ങളോട് ഇവർ പറഞ്ഞിരുന്നത്? പിണറായിയുടെ ഭീരുത്വമൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം? ഇന്ന് ഹാഷ്മി ചോദിച്ച പോലെ ഈ പോലീസിനെ ഭരണത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. എങ്ങനെയാണോ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം സൈന്യത്തെ, പോലീസ് സേനയെ അവരുടെ ഏകാധിപത്യ ഭരണത്തിന് വേണ്ടിയുള്ള ആയുധങ്ങളാക്കുന്നത്, അതേ മാതൃക പിണറായി വിജയൻ പിന്തുടരുകയാണ്. എന്നിട്ട് ആ പോലീസിന്റെ മഹത്വം നോക്കൂ. ഇന്നലെ അങ്കമാലിയിൽ ഗുണ്ടകളുടെ വീട്ടിൽ പോയി സൽക്കാരം ഏറ്റുവാങ്ങുന്ന പോലീസ് ആരാ? ക്രൈംബ്രാഞ്ചിന്റെ DYSP. നമ്മൾ ക്രൈംബ്രാഞ്ചൊക്കെ പറയുന്നത് എന്താ? പോലീസ് അന്വേഷിച്ചിട്ട് പിടിക്കപ്പെടാത്ത കേസുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ മാനമുള്ള കേസുകൾ, ഇതൊക്കെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചാൽ കുറെ കൂടി പ്രൊഫഷണലായി, കുറെ കൂടി നീതിയുക്തമായി അന്വേഷണം നടക്കുന്ന വിശ്വസിക്കുന്ന വിഡ്ഢികളാണ് നമ്മളെല്ലാം. പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ പോലും അതിജീവിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് കേസ് വിട്ടുകൊണ്ടാ. ആ ക്രൈംബ്രാഞ്ചിന്റെ DYSP ഈ ഗുണ്ടകളുടെ വീട്ടിലിരിക്കുക. എന്നിട്ട് അറിയാതെ ഒരു റെയ്ഡ് നടന്നപ്പോ നമ്മൾ ചില സിനിമകളിലെ കോമഡി സീൻ കാണുന്ന പോലെ DYSP ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. എന്തൊരവസ്ഥയാണ് പോലീസിന്റെ ആലോചിച്ച് നോക്കൂ. പോലീസിനെ ഇത്തരത്തിലുള്ള കോമാളികളാക്കി മാറ്റി പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ച ഏറ്റവും വലിയ നേട്ടം ആഭ്യന്തര വകുപ്പിനോട് പറയാനുള്ളത് അതാണ്. ആഭ്യന്തര വകുപ്പിനോട് ഇത്രത്തോളം പോലീസുകാർ ഒരു പാവം പിടിച്ച പയ്യനെ അവന്റെ വീട്ടിൽ കയറി, അമ്മ മാത്രമുള്ള ഒരു വീട്ടിൽ കയറി രായ്ക്ക് രാമാനം കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ ശുഷ്കാന്തിയുള്ള പോലീസിനോട് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ ഗുണ്ടാത്തലവന്റെ വീട്ടിലെ മൃഷ്ടാന്നം വെട്ടിവിഴുങ്ങാൻ പോകാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് പറയണം. അങ്ങനെ പിടിക്കപ്പെട്ട കക്കൂസിക്കറി ഒളിക്കാതിരിക്കാനുള്ള നാണം കെട്ട പണിയെങ്കിലും കാണിക്കരുന്ന പോലീസിനോട് പറഞ്ഞു കൊടുക്കണം. നാളത്തെ യോഗമുണ്ടല്ലോ, മുഖ്യമന്ത്രിയോടാണ്.